السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വന്ദാനുഗ്രഹത്താൽ ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹുവിന്റെ കലാമിന്റെ ആശയങ്ങൾ പഠിക്കാനും പരസ്പരം ചർച്ച ചെയ്യാനും വേണ്ടി ഒരിക്കൽ കൂടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു ഇത്തരം സദസ്സുകളെ അല്ലാഹുവിൽ സ്വീകാര്യമായ സദസ്സുകളായി കബൂൽ ചെയ്യുമാറാകട്ടെ. നാം പഠിക്കുന്നതും പറയുന്നതും ചർച്ച ചെയ്യുന്നതെല്ലാം നമുക്ക് പരമാവധി പ്രാവർത്തിക മേഖലയിൽ കൊണ്ടുവരാനും അതുവഴി യഥാർത്ഥ ഖുർആനിന്റെ അഹലുകാരായി ജീവിക്കാനും അല്ലാഹുവിന്റെ തൃപ്തി നേടി ജീവിച്ച് മരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്ത് ഫുസ്സിലത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 41-ാം അധ്യായത്തില് 46-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ 47-ാമത്തെ ആയത്ത് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إليه يرد علم الساعة وما تخرج من ثمرات من أكمامها وما تحمل من أنثى ولا تضع إلا بعلمه ويوم يناديهم أين شركائي قالوا آذناك ما منا من شهيد وضل عنهم ما كانوا يدعون من قبل وظنوا ما لهم من محيص. لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط. ولئن أذقناه رحمة منا من بعد ضراء مسته ليقولن هذا لي وما أظن الساعة قائمة ولئن رجعت إلى ربي إن لي عنده للحسنى فلننبئن الذين كفروا بما عملوا ولنذيقنهم من عذاب غليظ. وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر فذو دعاء عريض. കൂടുതലും ഏകദേശം ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചധികം ഓതിയതാണ്. എല്ലാവരും ഒരുമിച്ച് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
إليه يرد علم الساعة وما تخرج من ثمرات من أكمامها وما تحمل من أنثى ولا تضع إلا بعلمه ويوم يناديهم أين شركائي قالوا آذناك ما منا من شهيد وضل عنهم ما كانوا يدعون من قبل وظنوا ما لهم من محيص لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط ولئن أذقناه رحمة منا من بعد ضراء مسته ليقولن هذا لي وما أظن الساعة قائمة ولئن رجعت إلى ربي إن لي عنده للحسنى فلننبئن الذين كفروا بما عملوا ولنذيقنهم من عذاب غليظ وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر فذو دعاء عريض ഇലൈഹി യുറദ്ദു ഇൽമുസ്സാഅ അല്ലാഹുവിലേക്കാവുന്നു അന്ത്യനാളിന്റെ അറിവ് മടക്കപ്പെടുന്നത്. അല്ലാഹുവിലേക്കാവുന്നു അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ് മടക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ ഇൽമിനെ കുറിച്ചും അതുപോലെ തന്നെ അന്ത്യനാളിൽ സംഭവിക്കുന്ന ചില വളരെ ഗൗരവമുള്ള വിഷയങ്ങളെ കുറിച്ചും പറഞ്ഞ ശേഷം പിന്നീട് വരുന്ന ആയത്തുകളിൽ മനുഷ്യരുടെ ചില സ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നന്മ ലഭിക്കുമ്പോൾ അഹങ്കരിക്കുകയും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് നിരാശനാവുകയും എന്നാൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അല്ലാഹുവിനെ മറക്കുകയും ചെയ്യുന്ന അത്തരം സ്വഭാവങ്ങളെ കുറിച്ചൊക്കെയാണ് പിന്നീടുള്ള ആയത്തുകൾ പറയുന്നത്. ഇലൈഹി യുറദ്ദു ഇൽമുസ്സാഅ അവങ്കിലേക്കാകുന്നു അന്ത്യനാളിന്റെ ഇൽമ് മടക്കപ്പെടുന്നത്. അപ്പൊ അന്ത്യനാൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആർക്ക് മാത്രമേ അറിയൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ അറിയുള്ളൂ.
മുർസലീങ്ങൾക്കോ മലായികത്തിനോ പോലും അറിയുകയില്ല. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്ന സമയത്ത് എപ്പോഴാണ് അന്ത്യദിനം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സാഇൽ. ചോദിക്കപ്പെട്ട ആൾക്ക് ചോദിച്ച ആളെക്കാൾ ആ വിഷയത്തിൽ എന്തില്ല, അറിയില്ല. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. എന്താണ്? ലാ മലക്കുൻ മുഖറബ് വലാ നബിയ്യുൻ മുർസൽ. മുർസലീങ്ങളുടെ കൂട്ടത്തില് സയ്യിദുൽ അംബിയ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും എന്നാണ് എന്തിനാണെന്ന് അറിയുകയില്ല. മലായികത്തിന്റെ നേതാവായ അല്ലെ മുഖറബുൽ അംല, മലക്കുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനോട് ഏറ്റവും സാമീപ്യമുള്ള റൂഹുൽ അമീൻ, അതുപോലെ അമീനുൽ വഹി, അർ-റൂഹ് എന്നൊക്കെ അറിയപ്പെടുന്ന മുതാഇൻ സമ്മ അമീൻ, ആകാശലോകത്ത് ഒരു കാര്യം പറഞ്ഞാൽ മറ്റു മലക്കുകളൊക്കെ അനുസരിക്കുന്ന അത്രയും ഉന്നതസ്ഥാനീയനായ എല്ലാ പ്രവാചകന്മാർക്കുമുള്ള വഹീന്റെ സന്ദേശം അല്ലാഹു ഏൽപ്പിച്ച ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും അറിയുകയില്ലെന്ന് എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്. അപ്പൊ പിന്നെ അതിന് താഴെയുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല. ചില ആളുകൾ വർഷക്കണക്കൊക്കെ കൂട്ടിയിട്ട് പറയാറുണ്ട്. അപ്പൊ അതിന് യാതൊരു അടിസ്ഥാനമില്ല. എന്നാൽ അതിന്റെ അലാമാത്തുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഖിയാമത്ത് നാളിന്റെ അഖ്ബിർനി അലാമാത്തിയ അമാറാത്തിയ, അങ്ങനെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അൻതലിദൽ അമദു റബ്ബതഹ വൻതറൽ വഫാതൽ ഉറാത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു. നിരവധി ഹദീസുകളിൽ അതുപോലെ ഖുർആനിലും തിരുസുന്നത്തിലും ഒക്കെ അതിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിന്റെ യഥാർത്ഥ സമയം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പൊ വളരെ വലിയ കാര്യമാണ് എന്ത് ഖിയാമത്ത് നാളിന്റെ സമയം എപ്പോഴാന്നുള്ളത്. അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഇനി വളരെ സൂക്ഷ്മമായ വിഷയമാണ് അടുത്ത് പറയുന്നത്. പഴങ്ങൾ അതിന്റെ പോളകളിൽ നിന്ന്, അല്ലെങ്കിൽ പഴങ്ങനെ കൊലച്ച് പുറത്തേക്ക് വരുന്ന കുലകൾക്കുള്ളിലുള്ള പോളകൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല. ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നുമില്ല, പ്രസവിക്കുന്നുമില്ല, ഇല്ലാ ബിഇൽമിഹി, അല്ലാഹുവിന്റെ അറിവോട് കൂടിയല്ലാതെ. അപ്പൊ ആദ്യം ഏറ്റവും വലിയ സംഭവത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഏറ്റവും സൂക്ഷ്മമായ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ ഇൽമിന്റെ രണ്ട് പൂർണ്ണമായ രൂപമാണ്, സൂക്ഷ്മവും സ്ഥൂലവുമായ രണ്ടും പരിമിതികളില്ലാത്ത അറിവാണ്. ഖുർആനിൽ പറഞ്ഞ പോലെ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമു, ഒരു ഇല വീഴുന്നത് പോലും അള്ളാഹു പറയുന്നുണ്ട്. ചില പേച്ചകക്ഷികളുടെ വിശ്വാസം എന്താണ്? അള്ളാഹുവിന് ജനറൽ ആയിട്ടുള്ള അറിവേ ഉള്ളൂ. യാതൊന്നുമില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ചില പേച്ചകക്ഷികളുടെ വാദങ്ങൾ പെട്ടാണ്. അതിലേക്ക് അവരെ എത്തിച്ചത് ഖദറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. അവസാനം അവരങ്ങനെ പറയാൻ നിർബന്ധിതരായി. അതായത് ഒരു കാര്യം മൊത്തത്തിൽ അള്ളാഹ്ക്ക് അറിയുള്ളൂ, മറ്റ് അതിന്റെ സൂക്ഷ്മമായ കാര്യം സംഭവിച്ചിട്ട് അള്ളാഹ്ക്ക് അറിയുള്ളൂ. അത് വളരെ പേച്ച വിശ്വാസമല്ലേ. ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നത് എല്ലാത്തിന്റെയും സൂക്ഷ്മമായ കാര്യങ്ങളും അള്ളാഹുവിന് അറിയാം. നേർക്ക് നേരെ ഖുർആന് നസ്സാണ്. വലിയ കാര്യങ്ങളും അറിയാം, സൂക്ഷ്മമായ കാര്യങ്ങളും അറിയാം. ഒരു കറുത്ത പാറപ്പുറത്ത് ഒരു കറുത്ത ഉറുമ്പ് രാത്രി അരിച്ചു പോകുന്നതും അള്ളാഹുവിന്റെ കണക്കിലുണ്ട്. മഴക്കറികളുടെ എണ്ണം അള്ളാഹുവിന്റെ കണക്കിലുണ്ട്. ഓരോ ജീവികളുടെയും ഉത്ഭവസ്ഥാനവും അഭയസ്ഥാനവും പാർപ്പിടവും അള്ളാഹുവിന്റെ കണക്കിലുണ്ട്. അങ്ങനെ പല രൂപത്തിൽ ഒരു ഇല വീഴുന്നത് പോലും അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങളൊരു വാക്കുച്ചരിക്കുന്നത് പോലും അള്ളാഹു കണക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ലോകത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹു മുൻകൂട്ടി കണക്കാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഒക്കെ യഥാർത്ഥ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന വിശ്വാസങ്ങളാണ്. എന്നാൽ ഖദറുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ചില ആളുകളെ എത്തിച്ചത് അള്ളാഹുവിന് മൊത്തത്തിലുള്ള അറിവുള്ളൂ, സൂക്ഷ്മമായ അറിവില്ല എന്നുള്ളത് അത് വളരെ തെറ്റായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവൻ സമീഉൻ അലീം ലതീഫുൻ ഖബീർ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ. വതകൂനു മിൻ നജ്വാ മിൻ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ. മൂന്നാൾ കൂടി ഗൂഢമായി സംസാരിച്ചാൽ അള്ളാഹു നാലാമനായിട്ട് അള്ളാഹു ഉണ്ടാകും. അഞ്ചാൾ കൂടി പറഞ്ഞാൽ ആറാമനായിട്ട് അള്ളാഹു ഉണ്ടാകും. കൂടിയാലും കുറഞ്ഞാലും ഒക്കെ വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ട്. അള്ളാഹുവിന്റെ ഇൽമ കൊണ്ട്, അള്ളാഹുവിന്റെ കേൾവി കൊണ്ട്, അള്ളാഹുവിന്റെ കാഴ്ച കൊണ്ട്, അള്ളാഹുവിന്റെ അധികാരം കൊണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്ത് ഈ ആകാശങ്ങൾക്ക് മുകളിൽ അർശിലാണ്. അള്ളാഹുവിന്റെ അളമത്തിനും ജലാലയത്തിനും യോജിച്ചതുപോലെ അവൻ അർശിൽ ഇസ്തിവായിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ ആധിപത്യം, അള്ളാഹുവിന്റെ അധികാരം അതെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അഖ്റബു മിൻ ഹബ്ലിൽ വരീദ്, കണ്ടനാടിയേക്കാൾ അടുത്ത അല്ലാഹു. ഒരു സഹാബത്ത് ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, റബ്ബിഹു വലാ അൻഫുസികും ഫഇന്നകും ലാ തദ്ഊന അസമ്മ വലാ ഗായിബ. നിങ്ങൾ മെല്ലെ പ്രാർത്ഥിച്ചാൽ മതി. ഒരു കേൾക്കാത്ത ആളെയോ ഹാജരില്ലാത്ത ആളെയോ അല്ല നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ അല്ലാഹു നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്, വളരെ അടുത്ത് തന്നെ ഉണ്ട്. അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ സമാധാനവും അതോടൊപ്പം അവരെ അള്ളാഹുവിനെ കുറിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും എന്തെങ്കിലും മനുഷ്യരിൽ നിനക്ക് തെറ്റ് സംഭവിച്ചാൽ തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ ആ ബോധമാണ്. അള്ളാഹു ഏത് സൂക്ഷ്മ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്ന ആ ബോധമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. പിന്നെ അല്ലാഹു പറയുന്നു, വയൗമ യുനാദീഹിം ഐന ശുറകാഇ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരെ വിളിച്ച് ചോദിക്കും. അവരെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ പങ്കു ചേർത്ത ആളുകൾ. ഐന ശുറകാഇ, എവിടെയാണ് എന്റെ പങ്കാളികൾ? എനിക്ക് പങ്കാളികളുണ്ടെന്ന് നിങ്ങൾ ജൽപ്പിച്ചിരുന്ന, എനിക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, എനിക്ക് പുറമെ നിങ്ങൾ വിളിച്ച് ആരാധിച്ചിരുന്ന, തേടിയിരുന്ന, എനിക്ക് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്തിന്റെ ഏതെങ്കിലും അംശങ്ങൾ നിങ്ങൾ അവർക്ക് പങ്കു ചേർത്തുകൊണ്ട് അവർക്ക് നൽകിയ പങ്കാളികളൊക്കെ എവിടെ? അവര് പറയും, അല്ലാഹുവേ, ഞങ്ങളിതാ ഇവിടെ പ്രഖ്യാപിക്കുന്നു, മാ മിന്നാ മിൻ ഷഹീദ്, ഞങ്ങൾ അതിന് സാക്ഷികളായിട്ട് ഞങ്ങളിൽ ആരുമില്ല. അതിന് മൂന്ന് രൂപത്തിൽ അർത്ഥം പറയാറുണ്ട്. ഒന്ന്, ഞങ്ങൾ അവരെ ആരാധിച്ചിട്ടില്ല, അത് അവര് കളവ് പറയണം. അവരല്ലാഹുവിന് പുറമെ അവരെ ആരാധിച്ചിട്ടുണ്ട്. പക്ഷെ ആ രംഗം ഗൗരവം കണ്ടപ്പോ അവര് പറയണത് ഞങ്ങൾ ആരാധിച്ചിട്ടില്ല. രണ്ടാമത്തത്, ഞങ്ങൾ അതിന് സാക്ഷികളായിട്ടില്ല. അഥവാ നിനക്ക് പങ്കാളികളുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾ എന്നല്ല, സാക്ഷികളല്ല. മൂന്നാമത്തത്, ഞങ്ങൾ അവരെ കാണുന്നില്ല. മാമിന്നാമിൻ ഷഹീദ് എന്ന് പറഞ്ഞാൽ അവിടെ ഷഹീദിനെ കാണുക, സാക്ഷ്യം വഹിക്കുക എന്ന അർത്ഥത്തിൽ ആ പങ്കാളികളെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. അല്ലാഹു പറഞ്ഞു, വദല്ല അൻഹും മാ കാനൂ യദ്ഊന മിൻ ഖബ്ൽ, വദല്ല അൻഹും, അവരിൽ നിന്ന് വിട്ടുപറഞ്ഞു പോയി. മാ കാനൂ യദ്ഊന മിൻ ഖബ്ൽ, അല്ലാഹുവിന് പുറമെ മുമ്പ് അവർ ദുനിയാവിൽ വെച്ച് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന എല്ലാ ആരാധ്യന്മാരും അവരെ വിട്ടുപോയി. വദന്നു, അവരെ ഉറപ്പിച്ചു, മാ ലഹും മിൻ മഹീസ്, അവർക്ക് യാതൊരു അഭയസ്ഥാനവുമില്ല എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തു. കൃത്യമായിട്ട് സൂറത്തുൽ ഗാഫിർ, വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബൂ ലക്കും, ഇനി കേട്ടെന്ന് സങ്കല്പിച്ചാൽ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല.
വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവരെ പങ്കു ചേർത്ത് അവർ നിരാകരിക്കും, നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അല്ലാഹുവിനെ പോലെ ഈ ഒരു കാര്യം പറഞ്ഞു തരാൻ വേറെ ആരുമില്ല. ഈസാ നബി അലൈഹി വസല്ലമയോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, എന്നെയും എന്റെ മാതാവിനെയും നിങ്ങൾ അല്ലാഹുവിനെ പുറമെ ആരാധിക്കണമെന്ന് ഈസ നീ ക്രിസ്ത്യാനികളോട് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സൂറത്ത് മാഇദയിൽ കാണാം, അല്ലാഹുവിന് മുന്നിൽ അദ്ദേഹം അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ് ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംത തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സി. അങ്ങനെ അദ്ദേഹം അല്ലാഹുവിനോട് ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് പറയും, തന്റെ നിസ്സഹായത പറയും, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, ഞാനെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അറിയുമല്ലോ, എനിക്ക് അർഹതയില്ലാത്ത ഞാനെങ്ങനെ പറയും, ഞാൻ അവരുടെ ഇടയിലായിരുന്ന സമയത്ത് ഞാൻ അവർക്ക് സാക്ഷിയായിരുന്നു, നീ എന്നെ ആകാശ ലോകത്തേക്ക് ഉയർത്തിയ സമയത്തിന് ശേഷം അവരെന്താണ് ചെയ്യുന്നത് എനിക്കറിയുകയില്ല. ഞാൻ ആകെ അവരോട് പറഞ്ഞത് അല്ലാഹുവിനെ ആരാധിക്കണമെന്നാണ്. അപ്പൊ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് എല്ലാ പ്രവാചകന്മാരും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രത്യേകം പറയാൻ കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണത്. ഖിയാമത്ത് നാളിൽ അദ്ദേഹം ഒഴിവാകും. അതുപോലെ ഔലിയാക്കളും സാലിഹീങ്ങളും ശുഹദാക്കളും എല്ലാവരും ഒഴിവാകും. ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കപ്പെടുകയും ഇഷ്ടത്തോടു കൂടി ആരാധിക്കപ്പെടുകയും ചെയ്ത താമൂത്തുകളാകട്ടെ അവർ അവിടെ നിഷേധിക്കുകയും നമ്മളെല്ലാവരും ശിക്ഷയിൽ ഒരുമിച്ചാണ് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അവരും ഒഴിവാക്കും. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. ജനങ്ങൾ ചില ആളുകൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ അവർ അവനെ സ്നേഹിച്ചു. എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് ശക്തമായ സ്നേഹമുള്ളവരാണ്. ولو ترى الذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله على كل شيء قدير. അന്ന് അക്രമികൾ ആ ശിക്ഷകളെ മുന്നിൽ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും അല്ലാഹുവിനാകുന്നു സർവശക്തി, അല്ലാഹുവിനാകുന്നു കഴിവുള്ളവനാകുന്നു. പിന്നീട് അല്ലാഹു പറഞ്ഞു الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. പിൻപറ്റപ്പെട്ട നേതാക്കന്മാർ പിൻപറ്റിയ അനുയായികളിൽ നിന്ന് ഒഴിവാകുന്ന ദിവസം അനുസരിക്കപ്പെട്ട പിൻപറ്റപ്പെട്ട നേതാക്കന്മാർ അല്ലാഹുവും റസൂലും പറഞ്ഞതിനെതിരായിക്കൊണ്ട് ഏതൊരാൾ ആരനുസരിക്കുകയും പിൻപറ്റുകയും ചെയ്തു അവരൊക്കെ അതിൽപ്പെടും. അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ട ആളുകളാണ്. എന്നാൽ അമ്പിയാക്കളും മുർസലീങ്ങളും സാലിഹ്യങ്ങളും ഒക്കെ അതിന് ഒഴിവാണ്. കാരണം അവരാരും ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ ആരാധിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കപ്പെട്ടവരാകട്ടെ തൃപ്തിയോടുകൂടി ആരാധിക്കപ്പെട്ടവരാകട്ടെ അവർ താമൂത്തുകളാണ്, ദുർമൂർത്തികളാണ്. അവരൊക്കെ അവിടെ നിന്ന് ഒഴിവാകും. ഇരുകൂട്ടരും ശിക്ഷ നേരിൽ കാണും. അവർ തമ്മിലുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെടും. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. അപ്പോൾ അനുസരിച്ച ആളുകൾ അനുയായികൾ പറയും, ഒരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ നേതാക്കന്മാർ ഞങ്ങളിൽ നിന്ന് വിട്ടൊഴിവായതുപോലെ ഞങ്ങൾ അവരിൽ നിന്ന് ഒഴിവാകുമായിരുന്നു. പക്ഷേ അവസരമില്ല. അള്ളാഹു അവർക്ക് ഒരു ഖേദമായിക്കൊണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കും. അവർ നരകത്തിൽ നിന്ന് പുറത്തു കിടക്കയില്ല. അള്ളാഹു മാത്രം രക്ഷിക്കുമാറാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ശിർക്കിന്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര ഗൗരവത്തിൽ പറയുന്നത്. ആളുകളുടെ വിചാരം എന്താണ്? ആരോടെങ്കിലും ഉള്ള ദേഷ്യം തീർക്കാൻ പറയാണ്.
ഇന്ന ഉസ്താദ് പറഞ്ഞിട്ടില്ലേ, ഇന്ന നേതാവ് പറഞ്ഞിട്ടില്ലേ, ഖബറാരാധനക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ അത് പാടില്ല എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ഉസ്താദുമാര് പറഞ്ഞിട്ടില്ലേ, നേതാക്കന്മാര് പറഞ്ഞിട്ടില്ല, അവരൊന്നും സ്വർഗത്തിലേക്ക് ഞങ്ങൾക്കും ആ സ്വർഗം വേണ്ട. നഅൂദുബില്ലാ. അല്ലാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, മാ അസ്ബറഹും അലന്നാർ ഫമാ അസ്ബറഹും അലന്നാർ. നരകത്തിന്റെ കാര്യത്തിൽ എന്താണ് അവർക്ക് ഇത്ര സഹനം നൽകുന്നത്? എന്താണ് നരകമെന്നോ സ്വർഗമെന്നോ പരലോകമെന്നോ സത്യത്തിൽ മനസ്സിലാക്കിയവർ അങ്ങനെ പറയില്ല. അവിടെ എല്ലാവരും ഒഴിവാകും. വദല്ല അൻഹും മാ കാനൂ യദഊന മിൻ ഖബൽ. മുമ്പ് വിളിച്ച് പ്രാർത്ഥിച്ച എല്ലാവരും ഒഴിവാകും. ഇന്ന ദുഊഹും ലാ യസ്മഉ ദുആക്കും എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ثم يجوز أن يرجع هذا إلى المعبودين مما يعقل كالملائكة والجن والأنبياء والصالحين والشياطين إلى آخره. അദ്ദേഹം പറയുന്നുണ്ട്, ഒന്നാം സ്ഥാനത്ത് ബിംബങ്ങളാണ് ഉദ്ദേശമെങ്കിലും ബിംബങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും കല്ലുകളല്ല, പ്രത്യേകമായി പൂജിക്കപ്പെട്ടിരുന്ന വളരെ ആരാധനാ സ്വഭാവത്തോടുകൂടി ആളുകൾ മനസ്സിലാക്കിയിരുന്ന ആളുകളുടെ ശക്തി ആവാഹിച്ചെന്ന് വിശ്വസിക്കുന്നതാണ് ബിംബാരാധന. റോഡിൽ കാണുന്ന എല്ലാ കല്ലിനെയും ബിംബാരാധകർ ആരാധിക്കാറില്ല. ബിംബാരാധകർക്കും അവരുടേതായ ചില അടിത്തറകളുണ്ട്. എന്താണ്? അവർ വിശ്വസിക്കുന്ന ആരാധ്യ പുരുഷന്റെ ശക്തിയോ അല്ലെങ്കിൽ അനുഗ്രഹമോ ആവാഹിക്കപ്പെട്ട കല്ലിയെന്ന് വിശ്വസിച്ചാണ് അവർ ആരാധിക്കുന്നത്. അല്ല, റോഡിൽ കാണുന്ന എല്ലാ കരിങ്കല്ലിനെയും കല്ലിനെ അവർ ആരാധിക്കുന്നില്ല. അപ്പൊ ബിംബം എന്ന അർത്ഥം വെച്ചാലും അതിന് പിന്നിലുള്ളത് എന്താണ്? സാലിഹ്യങ്ങളോടും മഹാന്മാരോടും ആരാധന തന്നെയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ വന്നതുപോലെ വളരെ മഹാന്മാരായ വദ്, സുവാഅ, യഗൂസ്, യഊഖ്, നസ്ർ വളരെ വലിയ പുണ്യാളന്മാരായിരുന്നു. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന ആളുകളായിരുന്നു. അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ മജ്‌ലിസുകൾക്ക് അവരുടെ പേരുകൾ ഇട്ടു. പിന്നെ പറഞ്ഞു, നമ്മൾ അവരെ ഓർക്കാൻ വേണ്ടി രൂപം വരയ്ക്കുക ആണ്. ഈ രൂപം വരയ്ക്കുന്നതിലും കൊത്തിയുണ്ടാക്കുന്നതിലും ഒക്കെ വലിയ താക്കീത് വരാൻ കാരണം അതാണ്. പിന്നെ പറഞ്ഞു, നമുക്ക് നല്ലോണം ഓർക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഒരു വിഗ്രഹ രൂപത്തിൽ ഒരു വെറുതെ ഒരു കൊത്തുപണി. നമ്മൾ അവരെ ആരാധിക്കുന്നൊന്നുമില്ല, കാരണം അവരെ കാണുമ്പോൾ നമുക്കൊരു ഒരു ആവേശം ഉണ്ടാവുമല്ലോ. അടുത്ത തലമുറയോട് ശൈത്താൻ പറഞ്ഞു, അവരൊക്കെ നല്ല ആളുകളായിരുന്നു, അവരാരാധിച്ചിട്ട് അവരിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ നോക്കണം. കൃത്യമായിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹുക്ക് പുറമെ രക്ഷാധികാരികൾ സ്വീകരിച്ചവരാരും അള്ളാഹിനെ പോലെയാണ് അവരെന്ന് പറഞ്ഞിട്ടല്ല ആരാധിച്ചത്. എന്ത് പറഞ്ഞിട്ട് ആരാധിച്ചത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിലേക്ക് ഒരു സാമീപ്യം കിട്ടാൻ വേണ്ടി. നമ്മളൊക്കെ മോശക്കാരാണ്, നമ്മളൊക്കെ പാവങ്ങളാണ്, നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണമെങ്കിൽ ഇവരൊക്കെ വേണം എന്ന ഒരു ന്യായവാദമാണ് അവർ പറഞ്ഞത്. പക്ഷെ അള്ളാഹു അതിനെ തള്ളിക്കളഞ്ഞു. ആ ആളുകളെ അള്ളാഹു വേർതിരിക്കുകയും യാതൊരു അഭയസ്ഥാനവും ഇല്ല എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് അള്ളാഹും റസൂലും പറഞ്ഞതിനെതിരായിക്കൊണ്ട് ആര് പറഞ്ഞാലും അത് ഒഴിവാക്കാൻ, അള്ളാഹു റസൂലും പറഞ്ഞതിന് മുൻഗണന നൽകാൻ സത്യവിശ്വാസികൾ ഏത് വിഷയത്തിലും തയ്യാറാകണം. അല്ല എങ്കിൽ അവിടെ ഈ ഒരു ദുർഗതി ഉണ്ടാകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത് ഏറ്റവും വലിയ വിഷയം അഖീദയും ഇബാദത്തും നമ്മുടെ വിശ്വാസകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പിന്നെ കർമ്മരംഗത്തും മറ്റ് വിഷയങ്ങളിലുമൊക്കെ ഏറ്റവും ഗൗരവവും വിശ്വാസപരമായ കാര്യം. കാരണം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അള്ളാഹു ഒരിക്കലും പൊറുക്കൂല. മറ്റുള്ള ഉദ്ദേശങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു ഉദ്ദേശങ്ങൾക്ക് അള്ളാഹു ഒരു പക്ഷെ പുറത്തു കൊടുക്കും. എന്നാൽ ശിർക്ക് ചെയ്ത ആരെങ്കിലും മരണപ്പെട്ടാൽ അവന് പിന്നെ പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും തോൽപ്പിക്കാനോ വാദിച്ച് ജയിക്കാനോ നമ്മുടെ വിഷയം പറയുന്നത്. പരാജയപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ? പല സാധാരണക്കാരും അവര് വലിയ നേതാക്കന്മാരെ കാണുന്ന ആളുകൾ പറഞ്ഞതിൽ വഞ്ചിതരായിക്കൊണ്ടാണ് ശിർക്കും വിദ്യാർത്ഥികളും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കും. വിശ്വാസം പറഞ്ഞു, ലൈസ മിൻകും ഇല്ലാ വയുകല്ലിമുഹു റബ്ബുഹു
നിങ്ങളിൽ ഓരോരുത്തരോടും നിങ്ങളുടെ റബ്ബ് സംസാരിക്കും. നിങ്ങൾക്കും അവന്റെ ഇവിടെ തർജുമാൻ ഉണ്ടാവുകയില്ല, ട്രാൻസ്ലേറ്റർ ഉണ്ടാവുകയില്ല, മീഡിയേറ്റർ ഉണ്ടാവുകയില്ല. അന്ന് എന്നെ മാത്രം ആരാധിക്കാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് എന്നിൽ പങ്കു ചേർത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടാവില്ല. കാരണം ആ വിഷയത്തിൽ ഒരാളെയും അന്ധമായി അനുസരിക്കാതെ, ഫിഖ്ഹിന്റെ വിഷയത്തിലാണെങ്കിൽ, കർമ്മശാസ്ത്ര വിഷയത്തിലാണെങ്കിൽ അറിവില്ലാത്ത ഒരു സാധാരണക്കാരൻ ഏതെങ്കിലും ഒരു മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കും. ദലീല് മനസ്സിലാക്കാത്തവരൊന്നും ഒരു മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്താലും കുഴപ്പമില്ല. ദലീല് മനസ്സിലാകുന്നവർക്ക് ആ ദലീലും പറ്റണമെന്നാണ്. പക്ഷെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അന്ധമായ അനുകരണമോ തഖ്ലീദോ പാടില്ല. നമ്മൾ അവിടെ ആരെയും നമുക്ക് തെളിവായിട്ട് പറയാൻ പറ്റില്ല. അള്ളാഹിന്റെ മുന്നിൽ അള്ളാഹുവിനെ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരൊക്കെ അള്ളാഹു വേർപെടുത്തുകയും ഇവിടെ പറഞ്ഞതുപോലെ എതിരായിട്ട് സാക്ഷി പറയുകയും ചെയ്യും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അടുത്ത ആയത്തിൽ ഇൻസാന് തുടങ്ങുന്ന അവിടെ നിന്നുള്ള ആയത്തുകളില് മനുഷ്യരുടെ ചില സ്വഭാവങ്ങൾ, പ്രത്യേകിച്ച് നിഷേധികളുടെ ചിലപ്പോ നമ്മുടെ ഇടയിൽ ഉണ്ടാകും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം, വരാതിരിക്കാൻ നാം പരിശ്രമിക്കണം. അതിനുവേണ്ടിയാണ് അള്ളാഹു ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ലാ യസ്അമുൽ ഇൻസാൻ, മനുഷ്യനൊരിക്കലും മനുഷ്യനൊരിക്കലും മടുപ്പ് തോന്നുകയില്ല. സഹാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഷിപ്പ്, മടുപ്പ്. ഒരു മടുപ്പ് എന്താണ്? ഖൈർ ചോദിക്കുന്ന കാര്യത്തിൽ ഒരു മടുപ്പുണ്ടാവില്ല. നല്ല ജോലി തരണേ, നല്ല സമ്പത്ത് തരണേ, ശമ്പളം കൂടി തരണേ, ഇൻക്രിമെന്റ് ഒന്നുകൂടി ഉഷാറാക്കണേ, നല്ലൊരു വീടെടുക്കണം, നല്ലൊരു വാഹനം വേണം, ബിസിനസ്സിൽ കുറച്ചുകൂടി അഭിവൃദ്ധി വേണം. അങ്ങനല്ലേ? ഭയങ്കരമായിട്ട് സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നില്ല. ഖൈർ എന്നുള്ളത് സാധാരണ നമ്മൾ നന്മയുടെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഖുർആനിലെ ചില സ്ഥലങ്ങളിലൊക്കെ അത് സമ്പത്തിന് വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോ അത് നേടിയെടുക്കുന്നതിൽ അവൻ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഒരു മടുപ്പും തോന്നില്ല. എന്നാലോ എന്തെങ്കിലും ഒരു തിന്മ അവനെ ബാധിച്ചാലോ അതോടുകൂടി ആളാകെ മാറി. അവനാകെ മനമെടുത്തവനാകും. എന്താണ് ആശയത്തിൽ അവൻ നിരാശനാകും. രണ്ടും നിരാശയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് പറഞ്ഞു. എന്നാൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക് ആകെ നിരാശനായി. പിന്നെ അള്ളാഹു ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും അവൻ മറന്നു കളയും. ആകെ പിന്നെ ഓർക്കുന്നതാണ്. അപ്പോ അവൻ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം മാത്രം ഓർത്തിട്ട് ആകെ ആകുലനായി എന്നാണ് എല്ലാം അവസാനിച്ചപ്പോൾ ആകെ നിരാശനായി മാറും. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമായിട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. പക്ഷേ സത്യവിശ്വാസികൾക്ക് ആ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. സൂറത്തുൽ മആരിജിൽ പറയുന്നില്ലേ, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു അശ്ശറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ. പിന്നെ അങ്ങോട്ട് വിശ്വാസികളുടെ കുറച്ച് സ്വഭാവങ്ങൾ പറഞ്ഞു. മനുഷ്യൻ ധൃതി പിടിക്കുന്നവരാണ്. എന്താണ്? എന്തെങ്കിലും ഒരു പ്രയാസം ബാധിക്കുമ്പോഴേക്കും എന്തായി? നിരാശനായി. നല്ല സമ്പത്തും അഭിവൃദ്ധി ഉണ്ടായാലോ അവൻ പിടിച്ചു പോകും. ഇത് എന്റേതാണ്. താഴെ പറയുന്നത് നല്ല കാര്യങ്ങൾ ചെലവഴിക്കൂല, പിശുക്കാണ്, അഹങ്കരിക്കും. ഇല്ലൽ മുസല്ലീൻ അല്ലെങ്കിൽ മലാ സ്വലാത്തിയും ദായും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ നമസ്കാരം നിലനിർത്തുന്നവരും അതുപോലെ തന്നെ വിശ്വാസികളുടെ സ്വഭാവങ്ങൾ പറയുന്നത്. അവ മനുഷ്യൻ ഒരിക്കലും നല്ല കാര്യങ്ങൾ ചോദിക്കാനും സമ്പത്ത് ചോദിക്കാനും അഭിവൃദ്ധി ചോദിക്കാനും ഒന്നും ഉണ്ടാവില്ല. ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു മടുപ്പും മുഷിപ്പുണ്ടാവില്ല. നമ്മളൊക്കെ അവസ്ഥ തന്നെയാണ് അല്ലെ? അത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതിന്റെ നേരെ നെഗറ്റീവായ വശം ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ഒരു ദോഷം ബാധിച്ചാൽ ആകെ ആശ മുറിഞ്ഞു പോയവരും നിരാശനുമായി മാറും. ഹദീസിൽ പറഞ്ഞു, ലൗ കാന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബിൻ, ലൗ കാന ലിബ്നി ആദമ വാദിയാൻ മിൻ ദഹബിൻ, ഒരു മനുഷ്യന് രണ്ട് താഴ്വര നിറയെ സ്വർണം
അള്ളാഹു നൽകിയ മൂന്നാമത്തത് അവൻ ആഗ്രഹിക്കും. ഒന്നുണ്ടായ രണ്ടെണ്ണം ആഗ്രഹിക്കും, രണ്ടെണ്ണണ്ടായ മൂന്നെണ്ണം ആഗ്രഹിക്കും. മനുഷ്യരുടെ ഒക്കെ സ്വഭാവമാണ്. മനുഷ്യന് വയറ് നിറയണമെങ്കിൽ മണ്ണങ്ങനെ ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മരിക്കണല്ലോ. പരസ്പരം പെരുമ നടിക്കൽ, സമ്പത്തിന്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, വാഹനത്തിന്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ, കല്യാണങ്ങളുടെ സദ്യയുടെ കാര്യത്തിൽ, വിഭവങ്ങളുടെ കാര്യത്തിൽ ഒക്കെ നമ്മൾ പെരുമ നടിക്കണം. നിങ്ങൾ കബറിടങ്ങൾ സന്ദർശിക്കുന്നവരെ മുഫ്സിലും പറഞ്ഞത് നിങ്ങൾ മരിച്ചു മണ്ണടിയുന്നവരെയാണ്. അതുവരെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ ആ അത്യാഗ്രഹം അവസാനിപ്പിക്കുകയില്ല. എന്നാലോ ഇതൊക്കെ അള്ളാഹു നൽകിയാലും എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്കും അവൻ നിരാശനായി. സത്യവിശ്വാസികൾക്ക് ആ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. മനുഷ്യനല്ലാഹു രണ്ടു പരീക്ഷണം എന്നാണ്. രണ്ടു പരീക്ഷണം ആദ്യം പറഞ്ഞു അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യനല്ലാഹു പരീക്ഷിച്ചുകൊണ്ട് അവന് നല്ല അനുഗ്രഹങ്ങളും ആദരവും സ്ഥാനമാനവും ഒക്കെ കൊടുത്താൽ പറയും അവൻ തന്നെ ആദരിച്ചു. ഇനി അടുത്ത പരീക്ഷണം തൊട്ടടുത്തായിരുന്നു. ചെറിയൊരു പരീക്ഷണം കൊടുത്തു. റിസ്ക് തടഞ്ഞിട്ടില്ല, എന്ത് ചെയ്തിട്ടുള്ളൂ, ഒന്ന് കുറച്ചു. അവരോട് ആകെ മാറി. എന്റെ റബ്ബെന്നെ നിന്ദിച്ചു, എന്റെ റബ്ബെന്നെ കഷ്ടത്തിലാക്കി, എന്റെ റബ്ബെന്നെ മോശക്കാരനാക്കി. ആകെ ആള് നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ആളായി മാറി. വിശ്വാസികൾക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വിശ്വാസികൾക്ക് ആ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല അല്ലെ? അതുപോലെ മറ്റൊരു സ്വഭാവം അടുത്ത 50-ാമത്തെ ഇനി അവന് നാം ഒരു കരുണയും അനുഗ്രഹവും അനുഭവിപ്പിച്ചാലോ, അവനെ ആ ബാധിച്ച കഷ്ടതയ്ക്ക് ശേഷം, അതായത് ആദ്യ ആള് ഭയങ്കര അനുഗ്രഹത്തിലായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല വാഹനം ഉണ്ടായിരുന്നു, നല്ല ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഉഷാറായിട്ട് മുന്നോട്ട് പോകണം. പെട്ടെന്ന് ചെറിയൊരു പരീക്ഷണം വന്നപ്പോഴേക്ക് ആകെ നിരാശനായി. ഇനി അതല്ലാഹുവോട് നീക്കിക്കളഞ്ഞാലോ, റഹ്മത്തൻ, ഇനി ഒരു അനുഗ്രഹം, ഒരു കാരുണ്യം നമ്മ അവനെ ആസ്വദിപ്പിച്ചു. നമ്മുടെ പക്കൽ നിന്നുള്ള, അവന്റെ കഴിവുകൊണ്ടൊന്നുമല്ല, അവന്റെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷൻ കൊണ്ടൊന്നുമല്ല, അള്ളാഹു കൊടുത്തതാണ്. അവന്റെ കഴിവുകൊണ്ടതൊക്കെ അവന് തോന്നുകയാണ് അല്ലെ? അവനേക്കാൾ എത്രയോ എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡ് ആളുകൾ ജോലിയില്ലാതെ പത്രം നോക്കിയിരിക്കുന്നുണ്ട്, ഏതെങ്കിലും വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു അവൻ ആ സ്ഥാനവും ആ അനുഗ്രഹം കൊടുത്തതാണ്. അവനെ ബാധിച്ച ഒരു കഷ്ടതയ്ക്ക് ശേഷം കൊടുത്തത്. അഥവാ കുറച്ച് മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര പ്രയാസത്തിലായിരുന്നു. പക്ഷെ ആള് അതോടുകൂടി അത് മറന്നു. അവൻ പറയും ഹാദാലി, ഇതെന്റേതാണ്. അള്ളാഹു നമ്മളെ യഥാർത്ഥ സ്വഭാവങ്ങൾ പറഞ്ഞു തരാണ്. കാരണം നാമാണ് മനുഷ്യനെ പടച്ചത്, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നതെല്ലാം നമുക്കറിയാം. നമ്മൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പറഞ്ഞു തന്നെ നമ്മളെ പഠിച്ച റബ്ബാണ്. നമ്മൾ തന്നെ നമ്മളെ പറ്റുന്ന ആലോചിച്ച് നോക്കുക. നമ്മളെ മനസ്സിലൊക്കെ ഈ ചിന്തകളൊക്കെ വരുന്നുണ്ടാവും. അത് ഇല്ലാതിരിക്കാനാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അവൻ ഉടനെ പറയും ഇത് എന്റേതാണ്, എന്റെ ജോലിയാണ്, ഞാൻ നേടിയെടുത്തതാണ്, ഞാൻ ഒരുപാട് കോഴ്സുകളൊക്കെ ചെയ്ത് ഞാൻ നല്ല ക്വാളിഫൈഡ് ആയി എനിക്ക് കിട്ടിയതാണ്. അവിടെ അതാവിൻ ഫദ്ലി റബ്ബി എന്നോ അല്ലെങ്കിൽ അള്ളാന്റെ അനുഗ്രഹം കൊണ്ടാണെന്നോ അള്ളാന്റെ ഫദ്ലി കൊണ്ടാണെന്നോ പറയാതെ അവൻ പറയും ഹാദാലി, ഇത് എനിക്കുള്ളതാണ്. അടുത്ത കാലം
ഇതൊന്നും ഖിയാമത്ത് സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. വലിയ റുജഅത്തുഇല റബ്ബി, ഇനി ഞാൻ റബ്ബിന്റെ അടുക്കൽ മടങ്ങുകയാണെങ്കിലോ ഇന്നലി ഇൻദഹു ലൽ ഹുസ്ന, അവിടെ എനിക്ക് നല്ല കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലാഹു നൽകും. അപ്പൊ ഇത് നിഷേധികളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇതിന് ഉറപ്പായി അല്ലെ? നിഷേധികളെ കുറിച്ച് മാത്രമാണെങ്കിൽ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് മടക്കാനുള്ള കാര്യങ്ങളൊന്നും പറയില്ലല്ലോ, പരലോകം തന്നെ ഇല്ലാന്നല്ല പറയും. അപ്പൊ വിശ്വാസികളുടെ ഇടയിൽ ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരാം, നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. സൂറത്ത് കലമിൽ ഒരു സംഭവം പറയുന്നത്, ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇദ അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ലിഹീൻ വലാ യസ്തസ്നൂൻ. എന്താണ്? ആ തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ വേണമെങ്കിൽ ഞാൻ അവരെ പരീക്ഷിക്കും. നമുക്കറിയുന്ന സംഭവമാണല്ലേ. നല്ല ഒരു ധർമ്മിഷ്ഠനായ വാപ്പ, പിതാവ് വളരെ ധനികനാണ്, നല്ല ഒരുപാട് സമ്പത്തുണ്ട്, തോട്ടങ്ങളുണ്ട്, കൃഷിയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? വിളവെടുപ്പിന്റെ ദിവസം പാവങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഒക്കെ കൊടുക്കും, ബാക്കിയുള്ളത് അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. പാപ്പ മരിച്ചപ്പോൾ മക്കൾക്ക് ഒരു ആഗ്രഹം, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മളെ പ്രോഫിറ്റ് ഒക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോ പാപ്പൊന്നും കാലത്തിന്റെ അല്ലെങ്കിൽ നമ്മളെ കാലഘട്ടത്തിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വാപ്പ മുമ്പൊക്കെ ചെയ്തു പോകും. നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വേണം. അവർ ചില കാൽക്കുലേഷൻ ഒക്കെ നടത്തിയിട്ട് അവർ തീരുമാനിച്ചത്, നമ്മളെ ഉപ്പ പതിവായിട്ട് വിളവെടുപ്പ് നടത്തിയിരുന്നത് സുബഹിക്ക് ശേഷം, അതിന്റെ സമയമായിരുന്നു ചുറ്റുമുള്ള മിസ്കിമാർക്കൊക്കെ അറിയാം. അപ്പൊ അവര് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം? സുബഹിക്ക് മുമ്പ് പോയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാം? അതിന്റെ ഫലങ്ങളൊക്കെ പറിച്ച്, ഫലങ്ങളും പഴങ്ങളൊക്കെ പറിച്ച് വിളവെടുപ്പ് നടത്തിയിട്ട് നമുക്ക് പോരാം. അവരൊരു ഇൻഷാ അല്ലാഹ് പോലും പറഞ്ഞു. വിശ്വാസികളായ ആളുകളാണ്. അതിന്റെ അവസാനത്തിൽ മനസ്സിലാവും, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ചുറ്റിപ്പൊതിയുന്ന ഒരു ശിക്ഷ തോട്ടത്തിലേക്ക് ഇറക്കപ്പെട്ടു. അത് തരിശു ഭൂമി പോലെ കരിഞ്ഞു പോയില്ല. അതങ്ങനെ ചരിത്രങ്ങനെ പിക്ചറിനെ മുന്നിൽ വരച്ചു കാണിച്ചത്. അവർ പറയുന്നത് സുബഹിക്ക് മുമ്പ് എന്നെ വേഗം പുറപ്പെട്ടോളി, പാവങ്ങളൊക്കെ എണീറ്റ് വരുന്നതിന് മുമ്പ് വേഗം തോട്ടത്തിലെത്തണം. അപ്പൊ എന്താണ്? മുതഹാഫിന്റെ മെല്ലെ പതുങ്ങിയാ പോകുന്ന ശബ്ദം ആരും കേൾക്കാൻ പാടില്ല, ആരും ഉണർത്താതെ മെല്ലെ പോയിട്ട് എന്ത് ചെയ്യും? വിളവെടുത്ത് പോരാ. പക്ഷേ ഒരു മിസ്കീനും വരുന്നതിന് മുമ്പ് നമുക്ക് മടങ്ങി പോരാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ തോട്ടം കണ്ടപ്പോ നമുക്ക് വഴി മാറിയോ? നമ്മളെ തോട്ടത്തേക്കല്ലേ എത്തിയത്? ഇതല്ല നമ്മളെ തോട്ടം. അല്ല, ഇത് തടയപ്പെട്ടതാണ്, ശിക്ഷ ഇറങ്ങിയതാണ്. കൂട്ടത്തില് സഹോദരങ്ങളുടെ കൂട്ടത്തിലൊരു എല്ലാ കൂട്ടത്തിലുള്ള ഒരു മധ്യമ നിലപാടുകാർ. യൂസുഫ് നബിനെ കൊല്ലാറുണ്ടായപ്പോ മൂത്ത കാക്ക പറഞ്ഞത്, മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു കൊല്ലണ്ട, കിണറ്റിലിട്ടാ മതി. ഏത് കൂട്ടത്തിലുണ്ടാവും ഒരു മധ്യമ നിലപാടുകാർ. എന്നതുപോലെ ആ സഹോദരങ്ങളുടെ ഒരു മധ്യമ നിലപാടുകാരുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തിക്കോളൂ, തസ്ബീഹ് ചൊല്ലിക്കോളൂ, വേണ്ട ഇത് വേണ്ട, നമുക്ക് ഗുണത്തില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. എന്താണ്? അവര് പരസ്പരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, പാവങ്ങൾ കുറച്ച് കൊടുക്കായിരുന്നു, പാപ്പ കൊടുത്തു പോരുന്നതാണ്. പക്ഷെ അവസാനം അവര് പറഞ്ഞത് നമ്മൾ തെറ്റുകാരാണ്. നമ്മൾ നമുക്കതിനേക്കാളും നല്ലത് അള്ളാഹു പകരം തന്നേക്കാം, നമ്മൾ അള്ളാഹുവിലേക്ക് എത്തിച്ചു മടങ്ങാം. അപ്പൊ അതിനെന്ത് മനസ്സിലായി? മുഅ്മിനീങ്ങൾക്കാണ് സംഭവിച്ചത്, അല്ല കാഫിരീങ്ങൾക്കൊന്നുമല്ല.
അവരാരും മോഷ്ടിക്കാൻ പോയിട്ടില്ല. അവരെ ഉപ്പയുടെ തോട്ടമാണ്, സ്വന്തം പിതാവിന് അനന്തരമായിട്ട് ലഭിച്ച തോട്ടമാണ്. പക്ഷേ അത് എന്റേത് മാത്രമാണെന്നുള്ള അഹംഭാവം വന്നാൽ അതാണ് പറഞ്ഞല്ലേ, ഒരു പ്രയാസം ബാധിച്ചിട്ട് അള്ളാഹു റഹ്മത്ത് നൽകുമ്പോൾ അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ഫദ്ലാണ്. അതിൽ നിന്ന് മിസ്കിന്മാർക്ക് കൊടുക്കാനുള്ള ഹക്കുകൾ കൊടുക്കണം, അള്ളാഹുവിന് ശുക്ർ ചെയ്യണം എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ എന്റേതാണ് എന്നുള്ള ഞാൻ എന്ന ചിന്ത വന്നാൽ അപകടമാണ്. അതാണ് ആ തോട്ടക്കാർക്ക് സംഭവിച്ചത്. പക്ഷെ അവര് പിന്നെ തെറ്റ് മനസ്സിലാക്കി അവർ പിന്നെ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. തോട്ടത്തിൽ വെച്ചിട്ട് അവർ തൗബ ചെയ്യാണ്. നല്ല വാപ്പാന്റെ മക്കളാണ്, നല്ല ദീനിയായുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച വാപ്പയാണ്. പക്ഷേ ഒരു നിമിഷം സമ്പത്ത് എന്ന ഫിത്നയിൽ അവർ പെട്ടുപോയി. അവരാരും മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ പതിവായിട്ട് അത് അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയാറുള്ളത്, നമ്മുടെ ഉപ്പ ഒരു പതിവായിട്ട് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് കൊണ്ടുപോകാൻ മക്കൾ ശ്രമിക്കുക എന്നുള്ളത് ബിറുൽ വാലിദീനിൽപ്പെട്ടാണ്. നമ്മളെ ഉപ്പ പതിവായിട്ട് പള്ളിയിലേക്കോ മദ്രസകളിലേക്കോ എത്തിങ്ങാനങ്ങളിലേക്കോ അതല്ലെങ്കിൽ പാവപ്പെട്ടവർക്കൊക്കെ ഒരു ദാനം നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളെ തടയാൻ പാടില്ല. കഴിവതും എന്ത് ചെയ്യണം, ഉപ്പയുടെ കാലശേഷവും അത് തുടർന്ന് കൊണ്ടുപോകാൻ നോക്കണം. കഴിയാത്ത ഒരാൾ പ്രയാസപ്പെടുകയാണെങ്കിൽ വേറെ വിഷയം. മനഃപൂർവ്വം നമ്മൾ തടഞ്ഞാൽ അപകടമാണ്. ഈ തോട്ടക്കാർക്ക് സംഭവിച്ചതുപോലെയുള്ള വലിയ പരീക്ഷണങ്ങൾ ചിലപ്പോൾ ബാധിക്കും. അത് വസിയത്ത് ചെയ്യുകയോ വഖഫ് ചെയ്യുകയോ ചെയ്താൽ അതിന് നിർബന്ധമാണ്. അല്ലാത്ത ഐച്ഛിക വിഷയങ്ങൾ തന്നെ പതിവായിട്ട് ചെയ്യുന്നത് പിതാവോ മാതാവോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മക്കൾ അത് എന്ത് ചെയ്യാൻ നോക്കണം, അത് തുടരാൻ വേണ്ടി നോക്കണം. അത് നമുക്ക് നന്മ ലഭിക്കുന്നതുമാണ്, മാതാപിതാക്കളോടുള്ള ഒരു കടമ കൂടിയാണ്. എത്രത്തോളം അവര് മാത്രം അറിയുന്ന ചില ബന്ധങ്ങൾ ഉണ്ടാവും, അതുപോലെ നമ്മൾ ചേർക്കാൻ നോക്കണം. ഒരു ഉമ്മയോടുള്ള നമ്മുടെ കടമ, അവരെ മരണശേഷമുള്ള കടമകളിൽ പെട്ടതാണിത്. അവരുടെ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. അവരെ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മൾ ആദരിക്കണം. ഒരിക്കലും ഇങ്ങനെ ഒരുപാട് സാഹിബിൽ ചെറുപ്പക്കാരെ കൂടുതൽ വലിയ പണ്ഡിതരൊക്കെ ആയി, താപീയങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരുമിച്ചിട്ട് അവരിങ്ങനെ പോകുമ്പോ ഒരു അറാബി ഇങ്ങനെ വന്നു. സാധാരണക്കാർ ഒരു ഗ്രാമീണനായ കൃഷിക്കാരനായ അറാബി. അദ്ദേഹത്തെ കണ്ടതോടുകൂടി ഇബ്നു മർദാൻ ഭയങ്കരമായിട്ട് ആദരിച്ചു. തന്റെ പുതിയൊരു തലപ്പാവ് എടുത്തിട്ട് അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഭയങ്കര ആദരവ്. അവര് സാധാരണ അപ്പുറത്തുള്ള റെസ്പെക്ട് കണ്ടപ്പോ ശിഷ്യന്മാര് താപീയങ്ങൾ എന്താണ് ഇപ്പൊ ഈ ബദു ഈ അറബിയെ നിങ്ങൾ ഇങ്ങനെ ആദരിക്കാൻ കാരണം? അദ്ദേഹം പറഞ്ഞത്, എന്റെ ഉപ്പ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. എന്റെ ഉപ്പ അദ്ദേഹത്തെ ആദരിക്കാറുണ്ടായിരുന്നു. ആ ആദരവാണ് മകൻ തുടർന്നു കൊണ്ടുപോകും. അപ്പൊ അത് നമ്മുടെ മാതാപിതാക്കളോടുള്ള ഒരു കടമ കൂടിയാണ്. എന്നാൽ ഇവിടെ ഈ സ്വഭാവമുള്ള ആളുകളുടെ പ്രത്യേകത, പ്രയാസത്തിന് ശേഷം ഒരു റഹ്മത്ത് അനുഗ്രഹം ലഭിച്ചാൽ അവർ അത് എന്റേതാണെന്നുള്ള ചിന്ത. സാധാരണ ഒരു പുതിയ വാഹനോ വണ്ടിയൊക്കെ എടുക്കുമ്പോ ആദാമിൻ ഫദ്ലി റബ്ബി എന്നൊക്കെ ചില ആളുകൾ ഇങ്ങനെ എഴുതി വെക്കും. ശരിക്കും എഴുതി വെക്കാറുള്ളത് നമ്മളെ നിലപാടിലുണ്ടാകേണ്ട കാര്യമാണ്. അത് തൊട്ട് ശേഷം തന്നെ പറയുന്നത് യബ്ലുവനി അശ്കുറു അം അക്ഫുർ. ആദാമിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് മനസ്സിൽ ഉൾക്കൊള്ളണം. ഇതെന്റെ റബ്ബിന്റെ ഫദ്ലാണ്, അനുഗ്രഹമാണ്. അടുത്ത വാചകം എന്താ? യബ്ലുവനി, അവനെ പരീക്ഷിക്കുകയാണ്. അശ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ, നന്ദികേട് കാണിക്കുമോ, നിഷേധിക്കുമോ? അപ്പൊ അതുകൊണ്ട് ഇത്തരം ചിന്തകൾ നമുക്കുണ്ടാകാൻ പാടില്ല. ആ നിഷേധികളെ നാം അറിയിക്കുന്നതാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും. അതികഠിനമായ ശിക്ഷയിൽ നിന്ന് നാം അവരെ ആസ്വദിപ്പിക്കുകയും ചെയ്യുന്നതാണ്. 51-ാമത്തെ ആയത് അതിനാണ് നമ്മൾ ഓതിയത്. വീണ്ടും അള്ളാഹു പറയും. അള്ളാഹു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം നമ്മളെ മനുഷ്യരുടെ ഉള്ളിൽ ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ വിശ്വാസികൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന് നാം ഒരു അനുഗ്രഹം ചെയ്തു കൊടുത്താൽ
അവൻ അതോടുകൂടി തിരിഞ്ഞു കളയും, അവഗണിച്ച് തിരിഞ്ഞു കളയും, അഹംഭാവം കളിക്കും. അറബിൽ നആബിജാനിബി എന്ന് പറഞ്ഞാല് പാർശ്വഭാഗവും കൊണ്ട് തിരിഞ്ഞു അല്ലെ. നമ്മള് അവര് ഉര തിരിഞ്ഞു പോയി അല്ലെങ്കിൽ മൂട് തിരിഞ്ഞു പോയി എന്നൊക്കെ പറയാറ് സാധാരണ മലയാളം. തീരെ അവഗണിച്ചിട്ട് എന്ത് ചെയ്യാം, അതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ അങ്ങനെ തിരിഞ്ഞു കളയും. മനുഷ്യന് നാം അനുഗ്രഹം നൽകിയാൽ അവൻ അവഗണിക്കും, തിരിഞ്ഞു കളയും. അവന്റെ പാർശ്വഭാഗവും കൊണ്ട് തിരിഞ്ഞ തല തിരിഞ്ഞല്ല പറഞ്ഞു. മുബാലകത്താണ് സാധാരണ തിരിഞ്ഞ് തല തിരിച്ചാൽ എന്തായി തിരിഞ്ഞു. പക്ഷെ മൊത്തം ബോഡികൾ തിരിച്ചാൽ അത് തീരെ ആ സംഗതി പരിഗണിക്കാതെ മുമ്പൊരു പ്രയാസത്തിലായിരുന്നു, അള്ളാഹ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്, മുമ്പ് ഒരുപാട് കാലം ജോലിയൊക്കെ ഇല്ലാതെ ഞാൻ ബാച്ചിലർ റൂമിൽ ഷെയറിംഗിൽ മെസ് റൂമിൽ പൈസ കൊടുക്കാനില്ലായിട്ട് എന്താണ് പ്രയാസപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് അള്ളാഹ് നല്ലൊരു ജോലി കൊടുത്തു, നല്ലൊരു വാഹനം കൊടുത്തു, നല്ല സ്ഥാനം കൊടുത്തു, നല്ല ഫ്ലാറ്റും വീട്ടില് നാട്ടില് നല്ല വീടൊക്കെ എടുത്തു, ആള് ആകെ മാറി. കുഴപ്പമില്ല, അള്ളാഹു നൽകി ഏത് അനുഗ്രഹവും നമുക്ക് ആസ്വദിക്കാം, ഹലാലായത് എന്തും നമുക്ക് അനുഭവിക്കാം. പക്ഷേ ഈ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഈ സ്വഭാവം നിഷേധികളുടെ സ്വഭാവമാണ്. സത്യവിശ്വാസികൾ അങ്ങനെയല്ല. അള്ളാഹു നമ്മൾ സാധാരണ വന്ന വഴി മറക്കരുത് എന്നൊക്കെ പറയുന്നത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു അത് ഇങ്ങനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വന്ന വഴി മറക്കാൻ പാടില്ല. പാവങ്ങളെ പരിഗണിക്കണം. നമ്മൾ അതേ അവസ്ഥയിലുള്ള പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോ ഞാനും ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ കടന്നു പോകുന്ന ആളാണെന്ന ബോധം വേണം. അള്ളാഹു നൽകുന്ന ഏത് അനുഗ്രഹം ഏത് സമയം അള്ളാഹ് തിരിച്ചെടുക്കുമെന്നുള്ള പേടി വേണം. അതുപോലെ ഞാൻ വിശ്വാസം പറഞ്ഞു, അദ്ദുനിയാ ഹുൽവത്തുൻ ഖദിറ വഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ ഫയൻദുറു കൈഫ തഅമലൂൻ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് ഹുൽവത്താണ്. ഹുൽവത്ത് എന്താ? ഹുൽവ ഹലാവ എന്നൊക്കെ പറഞ്ഞ നല്ല മാധുര്യങ്ങളാണ്. കിട്ടിയാൽ എന്താണ് ആർക്കും കിട്ടിയാൽ കഴിക്കൂലെന്ന് അറിയില്ല. കിട്ടിയാൽ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ഒരു 500 ആരും കൊടുത്ത് ആരും വേണ്ടത്. അപ്പൊ ഏതാളും ദുനിയാവ് കിട്ടിയാൽ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അത് മാധുര്യമുള്ളതാണ്. അതിന് പ്രത്യേക ഹരിത ഭംഗിയുണ്ട്, ഒരു ആകർഷണീയത ഉണ്ട് അതിന്. പക്ഷേ നിങ്ങൾ ഓർക്കണം, അത് നിങ്ങളുടേതായിട്ട് അള്ളാഹ് നൽകിയതല്ല. മുസ്തഖ്ലിഫുകും ഫീഹാ, അള്ളാഹ് തൽക്കാലം നിങ്ങളെ ഏൽപ്പിച്ചതാണ്, കൈകാര്യകർത്താക്കളായിട്ട് ഏൽപ്പിച്ചതാണ്. അതിനെ മുസ്തഖ്ലിഫ് എന്ന് പറയാം. നമ്മള് ഒരു സംഗതിയുടെ ഓണർഷിപ്പ് എന്ന് പൂർണ്ണമായിട്ട് പറയാതെ എന്താണ് മുസ്തഖ്ലിഫുകും ഫീഹാ, താൽക്കാലികമായി കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അല്ലാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോഴും ഒന്നും തിരിച്ചു കൊണ്ടുപോകില്ല. തിരിച്ചു കൊണ്ടുപോകുക ആകെ എന്താണ്, എന്തെങ്കിലും അമൽസ്വാലിഹാത്തുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉപകരിക്കുന്ന എലിമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജാരിയായ ഏതെങ്കിലും സ്വതക്കങ്ങൾ ഉണ്ടെങ്കിൽ, വേറെ ഒന്നും തിരിച്ചു കൊണ്ടുപോകും. അപ്പൊ ദുനിയാവിനെ അതിൻ്റെതായ രൂപത്തിൽ മനസ്സിലാക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അള്ളാഹ് ഹലാലാക്കി എന്ത് നമുക്ക് അനുഭവിക്കാം. പക്ഷേ എന്തെങ്കിലും ലഭിക്കുമ്പോഴേക്ക് ആകെ മറന്നു പോകുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തുൽ മആരിജ് 19 മുതൽ അങ്ങോട്ടുള്ള ആയത്തുകൾ, അതുപോലെ തന്നെ വേറെയും ഒരുപാട് ആയത്തുകൾ ഇത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. തഅറഫ് അലല്ലാഹി ഫിർ റഖാ യഅരിഫക ഫിശ്ശിദ്ദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ യഅരിഫക ഫിശ്ശിദ്ദ. നിനക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ഐശ്വര്യമായിട്ട് പോകുന്ന സുഖമുള്ള സമയത്ത് നീ അള്ളാനെ ഒന്ന് അറിയാൻ ശ്രമിക്കണം. അള്ളാനെ ഒന്ന് എന്ത് ചെയ്യണം? അള്ളാനെ ഒന്ന് ഓർക്കണം. എങ്കിൽ യഅരിഫക ഫിശ്ശിദ്ദ, പ്രയാസം ഉണ്ടാവുമ്പോ അള്ളാഹ് നിന്നെ അറിയും. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തിമിംഗലത്തിന്റെ വയറ്റിൽ കുടുങ്ങിയപ്പോ ആകെ പറഞ്ഞെന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനയ്ക്ക് അർഹനായിട്ട്
ആരുമില്ല, നീ പരിശുദ്ധനാണ്, ഞാൻ അക്രമിയിൽ ഉൾപ്പെട്ടുപോയി, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു റസൂലായിട്ട് എന്നെ എന്തിനാണ് ഇതിനോട് കുടിക്കുകയെന്ന് ചോദിച്ചിട്ട് മലക്കുകൾ പറഞ്ഞു, അറിയപ്പെടുന്ന ഒരു ശബ്ദം അറിയപ്പെടാത്ത സ്ഥലത്ത് നിന്നാണ് കേൾക്കുന്നത്. അപ്പൊ അല്ലാഹു പറഞ്ഞു, അത് എന്റെ അടിമ യൂനുസാണ്, ഞാൻ തൽക്കാലം ചെറിയൊരു ടെസ്റ്റ് കൊടുത്താണ് അല്ലെ. അപ്പൊ മലക്കുകൾ പറഞ്ഞത്, രാവിലെയും വൈകുന്നേരം തസ്ബീഹ് ചൊല്ലുന്ന യൂനുസാണോ? അല്ലാഹു പറഞ്ഞു, വലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, വലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം പതിവായി തസ്ബീഹ് ചൊല്ലുന്ന ആളുകൾപ്പെട്ട ആളല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, അവസാനം വരെ അവിടെ തന്നെ അല്ലാഹു പിടിച്ചു വെക്കുമായിരുന്നു. പുനർജീവന നാൾ വരെ അവിടെ തന്നെ ജീവിപ്പിച്ച്, അവിടെ തന്നെ മരിപ്പിച്ച്, അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ യൂനുസ് നബിക്ക് രക്ഷയായ തസ്ബീഹാണ്. അവിടെ പല പണ്ഡിതന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തസ്ബീഹാണെന്നും പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാര് സാധാരണ അദ്ദേഹം ചൊല്ലിയുന്ന തസ്ബീഹാണ് എന്ന് പറയുന്നു. ഏതായിരുന്നാലും നമ്മൾ വളരെ ഐശ്വര്യമായിട്ട് പോകുന്ന സമയത്തും കൂടി നമ്മൾ അള്ളാഹനെ ഓർക്കാൻ ശ്രമിക്കണം. പ്രയാസത്തിന് അള്ളാഹനെ ഓർക്കുക എന്നുള്ളത് മോശമായിട്ടല്ല പറയുന്നത്. പ്രയാസത്തിൽ അള്ളാഹനെ തന്നെയാണ് ഓർക്കേണ്ടത്. നമുക്ക് അള്ളാഹനെ ആരാ ഓർക്കാനുള്ളത്? അള്ളാഹുവല്ലാതെ ആരാണ് നമുക്ക് ചോദിക്കാനുള്ളത്? അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ വയക്ഷിഫു السوء ويجعلكم خلفاء الارض إله مع الله. അല്ലേ, മുദ്ദറായിട്ട് പ്രയാസം നമുക്ക് അള്ളാഹനെ തന്നെ വിളിക്കാനുള്ളത്. അള്ളാഹനെ അല്ലാതെ ആരോട് നമ്മൾ പറയാ? അള്ളാഹു പ്രയാസം നീക്കും. മക്ക മുശ്രിക്കുകൾക്ക് പോലും ഉത്തരം കൊടുത്തിട്ടുണ്ട്. وإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم من البر إذا هم يشركون. മക്ക മുശ്രിക്കുകൾ കടലിൽ കപ്പലിൽ കാര്യങ്ങൾ പോകുമ്പോൾ കാറ്റും കൊള്ളുമെന്ന് അവർ അള്ളാഹനെ വിളിച്ചിരുന്നത്, അള്ളാഹനോട് പ്രാർത്ഥിച്ചിരുന്നത്. ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം തഫ്സീറുകളിൽ കാണാം. മക്കാ വിജയമൊക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വിജയശ്രീലാളിതരായിക്കൊണ്ട് മക്കയും മദീനയ്ക്ക് ഇസ്ലാമിന്റെ പരിധിയിൽ വന്നപ്പോൾ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടപ്പോൾ കപ്പൽ കയറി അദ്ദേഹം അങ്ങനെ പോകുന്ന സമയത്ത് കപ്പൽ ആടി ഉലഞ്ഞപ്പോ പറഞ്ഞത്, ഇനി വേറൊരാളെ വിളിച്ചോളി, ഇനി വേറൊരാളെ വിളിച്ചോളി, അള്ളാഹു മാത്രമേ കാക്കുള്ളൂ. അപ്പൊ അദ്ദേഹം പറയാണ്, ഇവിടെ അള്ളാഹ് മാത്രമേ കാക്കുള്ളെങ്കിൽ കരയിൽ എനിക്ക് അള്ളാഹ് മതി. അദ്ദേഹം ശപഥം ചെയ്തു, എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ മുഹമ്മദിന്റെ മതം സ്വീകരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം വന്നു. അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ സഹാബിയോട് പറഞ്ഞു, ഇക്രിമ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഉപ്പയെ കുറിച്ച് മോശമൊന്നും പറയരുത്, അദ്ദേഹത്തിന് പ്രയാസമാണ്. അബൂജഹലിനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് മോശമൊന്നും പറയരുത്. അല്ലെ, വിശ്വാസയുടെ ആ മര്യാദയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ മക്കാ മുശ്രിക്കുകൾ പോലും പ്രയാസങ്ങൾ വിളിച്ചപ്പോൾ അത് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അവര് നേരെ കരയിലെത്തിയാൽ വീണ്ടും ശിർക്ക് ചെയ്യും. അപ്പൊ ആ സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ശിർക്കിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിൽ ഇവിടെ പറഞ്ഞ പോലെ അനുഗ്രഹങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ദുനിയാവ്. അവിടെ വിശ്വാസികളുടെ നിലപാടെന്താണ്? അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യവും ഖൈറാണ്. ഇന്ന അസാബത്തുഹു സറാഉ ശകർ ഫഹുവ ഖൈറുല്ല വഇൻ അസാബത്തു ദറാഉ സബർ ഫഹുവ ഖൈറുല്ല. സന്തോഷവും ഐശ്വര്യമൊക്കെ ഉണ്ടായാൽ അള്ളാഹുക്ക് ശുക്ർ ചെയ്യും, പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കും. അള്ളാഹിനെ കുറ്റം പറയില്ല, അള്ളാഹിനെ മോശം പറയില്ല. കാരണം അനുഗ്രഹങ്ങൾ നോക്കുമ്പോ തടഞ്ഞതിനേക്കാൾ നൽകിയതാണ് കൂടുതൽ. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? അതുകൊണ്ടാണല്ലോ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, ഈ യഹൂസും കനൂതൊന്നും വിശ്വാസത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അതാണ് റഹ്മത്തിന് ആശ മുറിഞ്ഞു പോലും. ഒരുപാട് തെറ്റ് ചെയ്തവരോട് പോലും അതാ പറഞ്ഞത്. യൂസുഫ് നബിനെ കാണാതായി, അവസാനം തെരഞ്ഞുപോയ ആളുകളുടെ കൂട്ടത്തില് ബിന്യാമീനെ കാണാതെയായി. അപ്പോഴും യാക്കൂബ് നബി പറഞ്ഞത്, ആ രണ്ട് മക്കൾ നഷ്ടപ്പെട്ട പ്രയാസത്തിലെത്തുമ്പോഴും അള്ളാഹിനെ കുറിച്ചൊരു മോശം ചിന്ത വരാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് മക്കളോട് പറഞ്ഞു, ലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. യൂസുഫിനും സഹോദരനും പോയിട്ട് അന്വേഷിക്കും, പക്ഷെ അള്ളാഹിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാകരുത്. ഏത് പ്രതിസന്ധിയിലും നമ്മളൊക്കെ ഒരുപാട് ഫലസ്തീനിലും ഗസയിലും ഒക്കെ അനുഭവങ്ങൾ കാണുമ്പോൾ ഒരാൾ ചോദിക്കും, എന്താണ് അള്ളാഹ് സഹായിക്കാത്തത്?
നമ്മൾ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അള്ളാഹ് റബ്ബാവില്ല. അള്ളാഹു മാലിക്കും നമ്മൾ മംലൂക്കാണ്. അള്ളാഹ് റബ്ബ് നമ്മൾ അബ്ദുവാണ്. അള്ളാഹുവിന് എന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാവും. നമ്മളെ പരീക്ഷിക്കുകയായിരിക്കും. എന്താണ് നമ്മൾ ചെയ്യുന്നത് നോക്കുകയായിരിക്കും. നമ്മൾ നമ്മുടെ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുക. ഒരു മുള്ള് കുത്തുന്നതിന് പോലും അള്ളാഹുവിനെങ്കിൽ പാഴാക്കപ്പെടാത്ത ഹസനത്ത് അള്ളാഹു എഴുതുന്നെങ്കിൽ ഒരിക്കലും ആരുടെയും പ്രയാസങ്ങൾ പാഴാവുകയില്ല. അള്ളാഹു ഇരട്ടിയായിട്ട് അവർക്ക് അതിനുള്ള പ്രതിഫലങ്ങൾ നൽകും, യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ബാധ്യത നിർവഹിച്ചോ എന്ന് ഉറപ്പുവരുത്തുക. അള്ളാഹുവിനുള്ള പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനും നല്ല അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ലഭിക്കുമ്പോൾ അഹംഭാവം നടിക്കാതെ, ഖാറൂന്റെ സ്വഭാവം കാണിക്കാതെ അള്ളാഹുവിന്റെ ഫദ്ലാണ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോടുള്ള കടമയും സഹജീവികളുടെ കടമയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകേണ്ടി വരുമെന്ന ബോധത്തോടു കൂടി ഹലാലായത് മാത്രം സമ്പാദിക്കാനും അത് ഹലാലായ രൂപത്തിൽ മാത്രം ചെലവഴിക്കാനും സമ്പത്ത് അള്ളാഹു നൽകുമ്പോൾ ഒരിക്കലും അഹങ്കരിക്കാതെ പാവങ്ങളെ സഹായിക്കാനും നല്ല പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുനിയാവിനെ കരങ്ങളിലും ആഖിറത്തിനെ കൽബുകളിലുമായി മുന്നോട്ട് പോകാനും ഒരിക്കലും ദുനിയാവ് മനസ്സിൽ കയറാതെ, ഒരു കപ്പലിന് യാത്ര ചെയ്യാൻ വെള്ളം ആവശ്യമാണ്, പക്ഷേ കപ്പലിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ നശിച്ചു പോകുമെന്ന് പറയാറുള്ളത് പോലെ ദുനിയാവ് ഒരിക്കലും കൽബിലേക്ക് കയറാതെ ജീവിതത്തിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയ്ക്ക് ഒരു പാതേയമായിക്കൊണ്ട്, ഒരു നല്ല വിഭവമായിക്കൊണ്ട് ആ സമ്പത്തിനെ ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഫലസ്തീനിൽ, ഗസയിൽ, അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു നിന്ന് മോചനവും മുക്തിയും നൽകുമാറാകട്ടെ. അവരുടെ ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അവരുടെ വിശപ്പിനെ അള്ളാഹു അകറ്റുകയും ദാഹത്തെ അള്ളാഹു ശമിപ്പിക്കുകയും രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കുകയും കൊല്ലപ്പെട്ട ആൾക്ക് അള്ളാഹു ശ്രോതാക്കളെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر الذنوب. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله.